सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम्। अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम्। ഹരി ഓം. നമ്മള് ഭഗവത്ഗീതയാണ് കണ്ടുകൊണ്ടിരിക്കുക. അതില് കർമ്മയോഗം എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മള് എന്താണ് കർമ്മയോഗം എന്ന് കണ്ടു, എന്തിനാണ് കർമ്മയോഗം എന്ന് കണ്ടു. എന്താ കർമ്മയോഗം? കർമ്മയോഗം എന്ന് പറഞ്ഞാൽ 1-2 പോയിന്റ്സ് നമ്മൾ ഓർത്തായിരുന്നു, അല്ലെങ്കിൽ കണ്ടായിരുന്നു. എന്താണ് കർമ്മയോഗം? നമ്മൾ സ്ഥിരം പറയുന്ന ഒരു രീതിക്ക് ഒരു കർമ്മം മാത്രമല്ല, പിന്നെയോ ഏതൊരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലുള്ള മനോഭാവമാണ് എന്ന് കണ്ടു. അപ്പൊ അതിനെ പല രീതിയിൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് 2ാമത്തെ അധ്യായത്തില് നമ്മൾ കണ്ടു എന്താണ് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി, വ്യവസായാത്മിക ബുദ്ധിയോടുകൂടി, ഒരേ ചിന്തയോടുകൂടിയൊക്കെ നമ്മൾ കർമ്മം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത ഇല്ലാതാക്കുമെന്ന് കണ്ടു. പിന്നെന്താണ് മാക്സിമം ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യുക, അതിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് കർമ്മയോഗം എന്ന് കണ്ടു. 3ാം അധ്യായം വന്ന സമയത്ത് നൈഷ്കർമ്യമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളിൽ നിന്നുള്ള വിടുതലാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ തുടങ്ങിയ പരിപാടികൾ അല്ലെങ്കിൽ കാര്യങ്ങള് നിർത്തുകയോ പുതിയത് തുടങ്ങാതിരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ ചെയ്യുന്നത് ഏറ്റവും വൃത്തിക്ക് നല്ല രീതിക്ക് നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു. അവിടാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഭഗവാൻ ഇവിടെ നമുക്ക് ഇത് വിശദീകരിക്കുന്ന സമയത്ത് 9ാമത്തെ ശ്ലോകത്തിൽ യജ്ഞാർത്ഥാത്കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം കർമ്മയോഗത്തിനെ പറ്റി പറഞ്ഞു. എന്താണ്? യജ്ഞം എന്ന നിലയിൽ കർമ്മത്തിൽ നിന്ന് അന്യയായാൽ ഈ ലോകം കർമ്മമാകുന്ന ബന്ധത്തോട് കൂടിയതാണ് എന്നെല്ലാം പറഞ്ഞു. അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ കർമ്മബന്ധത്തിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? യജ്ഞം എന്ന നിലയിൽ അർജുന നീ കർമ്മം ചെയ്യൂ. എന്നിട്ടോ അതെങ്ങനെ ചെയ്യൂ? ഫലാപേക്ഷ വിട്ടിട്ട് ചെയ്യൂ എന്നുള്ളതാണ് പോയിന്റ്. ഓർത്തോണേ. അപ്പം നമ്മൾ കർമ്മയോഗത്തിനെ പറ്റി കണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു യജ്ഞം എന്ന് പറയുന്ന വാക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്. അപ്പൊ യജ്ഞം എന്ന് പറയുന്നതിനെ ആചാര്യന്മാര് പല രീതിയിൽ വ്യാഖ്യാനിച്ചു. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം വ്യാഖ്യാനിച്ചത് ഈശ്വരാർപ്പണ ബുദ്ധി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു യജ്ഞോ വൈ വിഷ്ണു എന്നെല്ലാം നമ്മൾ പറഞ്ഞു. എന്നിട്ട് യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് നമ്മൾ എത്തി. ഓർക്കുന്നുണ്ടല്ലോ, നമ്മളിത് നേരത്തെ ചർച്ച ചെയ്താണ്. ഇതിന് കുറച്ച് ദിവസം കഴിഞ്ഞത് കാരണം നമ്മൾ ഒന്നുകൂടെ പൊടി തെറ്റി എടുത്തോണ്ട് വരികയാണ്. അപ്പം
നമ്മൾ പറഞ്ഞു വന്ന തോട്ട് ഫ്ലോയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കണക്റ്റഡ് ആണ് എങ്കിൽ കൂടിയും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ്, വിഷ്ണു എന്നാണ് എന്നുള്ളത് കൊണ്ട് യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യുന്ന പറഞ്ഞാൽ ഈശ്വരാർത്ഥമായിട്ട് കർമ്മം ചെയ്യുമെന്ന് നമ്മൾ ഒരു രീതിയിൽ കണ്ടു. ഇനി യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ യജ്ഞത്തിന് ചിന്മയാനന്ദ സ്വാമിജിയൊക്കെ ഡിഫൈൻ ചെയ്യുക കോപ്പറേറ്റീവ് എൻഡവർ ആണ് എന്ന് നമ്മൾ കണ്ട സമയത്ത് എന്താണ്, അതില് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നതാ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താലേ എന്താണ് നമ്മുടെ കർമ്മബന്ധത്തിൽ നിന്ന് മാറുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കണ്ടത്, ആദ്യത്തെ 1-2 ശ്ലോകങ്ങള്, ഈ കർമ്മയോഗത്തിന്റെ ആദ്യത്തെ ശ്ലോകങ്ങള് നമ്മളെ അവനവനെ ഫൈൻ ട്യൂൺ ചെയ്യാനാണ് എങ്കിൽ, ഇനി കാണാൻ പോകുന്നത് നമ്മൾ എങ്ങനെ സൊസൈറ്റിയിലേക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നത് കാണിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചത്. നിർത്തിയതാണ്. അപ്പൊ ഈ യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം എന്നുള്ളത് പുതിയൊരു സംഭവമല്ല. അർജുന, ഇത് ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട എന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയും, ഇത് സൃഷ്ടിയുടെ ആരംഭത്തില് ആരാണ് പ്രജാപതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. ഏത് മനോഭാവത്തില്? ഈ കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ എല്ലാരെയും കൂടെ ചേർത്ത് വെക്കുക, അതല്ലെങ്കിൽ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. നമ്മൾ അങ്ങനാണ് ജീവിക്കേണ്ടതെന്നാണ്. ഈ ഭഗവത്ഗീത പഠിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് നമ്മൾ കൊച്ചിലേക്ക് സിവിക്സിന്റെ ബുക്കിന്റെ അത് 8ാം ക്ലാസ്സിലെ കണ്ടാണെന്ന് തോന്നുന്നു. അതിന്റെ അകത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവിയാണെന്ന് അപ്പോഴാണ് നമ്മള് ജീവിയാണല്ലേ. സാധാരണ ജീവിത മൃഗങ്ങളെന്നാണല്ലോ ഉദ്ദേശിക്കുക. നമ്മളെന്നെ സോഷ്യൽ ബീയിങ് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ സാമൂഹിക ജീവിയാകുക? നമ്മൾ സമൂഹത്തിലേക്ക് ഇടപെട്ട് കൊടുക്കൽ വാങ്ങലുകളോടുകൂടി നിൽക്കുമ്പോഴാണ് നമ്മളൊരു സാമൂഹിക ജീവിയാകുക. ഇത് സിവിക്സ് ടെക്സ്റ്റിൽ മാത്രമല്ല പറഞ്ഞിരിക്കുക, പിന്നെയോ പണ്ട് പ്രജാപതിയെ ഇത് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ യജ്ഞ സ്പിരിറ്റിൽ വേണം നമ്മൾ ജീവിക്കാൻ. അപ്പൊ ഇനിയുള്ള ശ്ലോകങ്ങളില് ഇനിയുള്ള പോർഷൻ എന്താ പറയാ, യജ്ഞ സ്പിരിറ്റിൽ ജീവിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറയും. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറയും. അതാണ് സ്വാഭാവികം. എന്താ യജ്ഞ സ്പിരിറ്റിൽ ജീവിച്ചാലുള്ള ഗുണം? ആ ഗുണം ഈ യജ്ഞത്തിന്റെ ആ ഒരു ഭാവനയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ഈ യജ്ഞം നൽകും. ഇത് നമ്മൾ കണ്ടായിരുന്നു. അതായത് അത് കാമധേനുവായിട്ട് വർത്തിക്കുന്ന യജ്ഞഭാവനയിൽ ജീവിക്കുന്നവർക്ക് ഈ യജ്ഞം എല്ലാം അനുഭവമാണ്. നമ്മുടെ സൊസൈറ്റിയും അങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് ഭാരതത്തിന്റെ ആ ഒരു സാമൂഹിക വ്യവസ്ഥ അങ്ങനെയാണ്. നമുക്ക് കേരളത്തിൽ ചിലത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നല്ല, ഭാരതം കേരളത്തിലല്ലേ, അല്ല കേരളം ഭാരതത്തിലല്ലേ എന്ന് ചോദിക്കരുത്. പക്ഷെ നമുക്കറിയാം, അതായത് പണ്ടൊക്കെ പ്രത്യേകിച്ച് വിളിക്കുന്നവരെല്ലാരും അത്ര പുതിയ കൊച്ചുകുട്ടികളൊന്നും അല്ല. 2000-ന് ശേഷം 2K കിഡ്സായി മാറില്ല. നമ്മൾ ഇത്ര വരയ്ക്കുള്ളൂ. ചിലത് കാണുന്ന ആൾക്കാര് ഈ പിള്ളേരൊന്നും ഇപ്പൊ ഭഗവത്ഗീത ഇപ്പൊ കാണാൻ വരത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? വീട്ടിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു ഭിക്ഷക്കാരൻ ധർമ്മക്കാരൻ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എടുത്ത് കൊടുക്കും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, വീട്ടിൽ ആരെങ്കിലും ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആഹാരം കൊടുക്കണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന അതേ ആഹാരം വീട്ടിന്റെ അകത്ത് വിളിച്ചിരുത്തി കൊടുക്കത്തൊന്നും ഇല്ലെങ്കിൽ കൂടെയും നമ്മൾ കഴിക്കുന്ന ആഹാരം അവർക്ക് കൊടുക്കും. അതേ ആഹാരം തന്നെ കൊടുക്കുക, അല്ലാതെ പഴകിയതൊന്നും അല്ല കൊടുക്കുക. അതേ ആഹാരം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വീട്ടിലിരിക്കുന്നവരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴത് കുറഞ്ഞു. കാര്യം വീട്ടിൽ കയറ്റാൻ ഇവര് മറ്റേ മയക്കുമരുന്നതായിട്ടൊന്നും സ്പ്രേ അടിച്ച് നമ്മൾ എന്താന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ കൾച്ചർ ഉണ്ടായിരുന്നു. ഈ ഒരു വേഷം, എന്റെ എല്ലാവരും വേഷം ഇട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, കേരളത്തിലെ കാര്യമല്ല എനിക്ക് പറയാൻ, പുറത്ത് എവിടെയാണെങ്കിലും പട്ടണം നടക്കുന്നത് അത് ഉറപ്പാണ്. മനസ്സിലല്ലേ? അതിന്റെ അകത്ത് ഫേക്കുകളൊക്കെ വേറെ കാണുമായിരിക്കും. ഇതിന്റെ അതൊക്കെ കാണുമായിരിക്കും. അത് ശങ്കരാചാര്യ സ്വാമികൾ പണ്ടേ പറഞ്ഞതുപോലെ തന്നെ ചുണ്ടിലോ മുണ്ടി വിഞ്ചിതേശ ഭാഷായം വരഭൂവേഷത്തിലൊക്കെ പറഞ്ഞാൽ അതൊക്കെ കാണാണെങ്കിൽ കൂടിയും ഈ വേഷത്തില് ഒരാൾ നടക്കുകയാണെങ്കിൽ അയാൾക്ക് ആഹാരത്തിന് മുട്ടുവരില്ല. ഈ വേഷം മാത്രമല്ല കേട്ടോ,
നമ്മള് കൊടുക്കും. നമുക്ക് കൊടുത്ത് അങ്ങനെ അങ്ങനെ ആ സമൂഹത്തില് ആൾക്കാർക്ക് നൽകി ജീവിക്കാനുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. അങ്ങനെ ഭാരതത്തിന് അല്ലെങ്കിൽ നമ്മളൊരു ഭാരതീയനാണ്, അതിനേക്കാൾ ഉപരി നമ്മളൊരു ഹൈന്ദവനാണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ പല ക്രൈറ്റീരിയകളുണ്ട്. ഒരു ക്രൈറ്റീരിയ ചന്ദനം തൊടുന്നതാണോ? അല്ല. കാര്യം ഒരു ഹൈന്ദവൻ ചിലപ്പോൾ ചന്ദനം തൊടണമെന്ന് നിർബന്ധമില്ല. ഭസ്മം മാത്രം തൊടുന്ന ആൾക്കാർ കാണും, കുങ്കുമം മാത്രം തൊടുന്ന ആൾക്കാർ കാണും. നമ്മൾ ഭസ്മവും ചന്ദനവും കുങ്കുമവും എല്ലാം തൊടുന്നുണ്ടായിരിക്കും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഉപാസനയുടെ എല്ലാം വ്യത്യാസം. പക്ഷെ ഈ ഒരു ഹൈന്ദവനാകണം എന്നുണ്ടെങ്കിൽ, ഹിന്ദു ആകണമെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു ക്രൈറ്റീരിയ എന്താണെന്നറിയോ? ഈ ബാക്കിയുള്ളവരോട് ഈ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി കണ്ടായിരുന്നോ? ഇല്ല. ഒന്ന് സൂചിപ്പിച്ചു പോലെ 5 യജ്ഞങ്ങള്, നമുക്ക് 5 കടങ്ങളുണ്ട്. എന്താണ്? ദേവന്മാരോടുള്ള കടം, പിതൃക്കളോടുള്ള കടം, ഭൂതങ്ങളോടുള്ള കടം, മനുഷ്യരോടുള്ള കടം, ഋഷിമാരോടുള്ള കടം. ഇത് വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന 5 യജ്ഞങ്ങളുണ്ട്. ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, അതേപോലെ ബ്രഹ്മയജ്ഞം. അപ്പം ഇതില് ബാക്കിയുള്ളവരെ അവർക്ക് വേണ്ടി കൊടുത്ത് ജീവിക്കുന്നത് അത് വളരെ പ്രധാനമാണ്. ഞാനൊരു ഹിന്ദു ആണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ഞാനൊരു ഹൈന്ദവനാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ ചന്ദനം തൊടുന്നതോ കയ്യിൽ ചരട് കിട്ടുന്നതോ ആകണം എന്നില്ല. പിന്നെയോ ബാക്കിയുള്ളവരുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന അതേ ചൈതന്യം തന്നെയാണ് വേറൊരാളുടെ ഉള്ളിലുള്ളത് എന്നുള്ള ബോധ്യത്തോടു കൂടി കൊടുത്തുകൊണ്ട് ആ യജ്ഞഭാവനയിൽ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു ഹൈന്ദവനാകാവുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്ത് പറ്റി? അറിയാതെ സ്വാർത്ഥത കയറി വന്ന സമയത്ത് ഞാനും എൻ്റെ ആളും 40 പേരും എന്നുള്ള ലൈനിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഞാൻ കൊടുക്കുന്നില്ല എങ്കിൽ, ബാക്കിയുള്ളവർക്ക് സമൂഹത്തിലേക്ക് ഞാൻ കൊടുക്കുന്നില്ല എങ്കിൽ നമ്മളെ ഡിസൈൻ ചെയ്തേക്കുന്ന രീതിയിലല്ല ജീവിക്കുന്നതെന്ന് ഓർത്തോളൂ. ഞാനിത് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനിത് കൊടുത്തില്ലേലും കിട്ടുവേ, അതാണ് എനിക്ക് കാണാവുന്നത്. അതായത് ഞാൻ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ട് എനിക്ക് തിരിച്ചു കിട്ടും. ചില സമയത്ത് ഞാൻ കൊടുക്കാതെയും എനിക്ക് തിരിച്ചു കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പൊ ഈ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും, എല്ലാ സമാധാനത്തിനും, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ ഇപ്പൊ കൊടുത്തിട്ടാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്? അല്ല. നമുക്കറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട് ചില സമയത്ത്. അത് എനിക്കൊക്കെ പിന്നെ മനസ്സിലാവേ, ഗൃഹസ്ഥന്മാരെക്കാളും കൂടുതൽ. കാര്യം നമ്മൾ വേറെ ആരെയും നോക്കിയില്ലല്ലോ ജീവിക്കുക. അപ്പൊ നമുക്കറിയാം, ഇപ്പം ഒരു സ്ഥലത്ത് കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ട സമയത്ത് നമുക്കറിയത്തില്ല, അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു പരിചയമില്ലാത്തവരായിരിക്കും. മനസ്സിലായില്ലേ? പരിചയമുള്ളവർ ചെയ്യത്തില്ല. അങ്ങനെയല്ല, ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ സഹായിക്കും. ഇവിടുത്തെ സഹായസ്ഥങ്ങൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മള് അധികാരിയാണോ ഈ സഹായം മേടിക്കാൻ? ആണ്. കാര്യം നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? എനിക്ക് കിട്ടുന്നതിനേക്കാൾ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വം. ചിന്മയ മിഷന്റെ പ്ലെഡ്ജ് എടുത്താല് അതിൽ പറയും, അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉത്പാദിപ്പിച്ചു, എടുക്കുന്നതിലധികം കൊടുത്തു. ഇങ്ങനെയാണ് പ്ലെഡ്ജ് വരിക. എന്താണ്? അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉത്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. യജ്ഞഭാവന എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആസ്പെക്ട് ഇതാണ്. എന്താണ്? എല്ലാവരുമായിട്ട് ചേർന്ന് അത് കൊടുത്തും കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കും, എടുക്കുന്നതിലധികം കൊടുക്കാൻ ശ്രമിക്കും. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കാര്യം പ്രജാപതി പറയുകയാണ്, എന്താ പറയാണ്? നിന്നെ ഈ ഭാവനയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുക. ആരാ പറഞ്ഞേ? ഞാനല്ല പറഞ്ഞേ, പ്രജാപതി പറഞ്ഞു. കാര്യം എന്താ? വേറൊന്നുമല്ല, നമ്മൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ കണ്ടില്ലേ? പഞ്ചമഹായജ്ഞങ്ങൾ എന്താണ്? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, അതേപോലെ ബ്രഹ്മയജ്ഞം.
ഇതില് അവസാനത്തെ 4 യജ്ഞങ്ങള് നമുക്ക് ഇപ്പൊ ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് മുമ്പേ എന്നെ സഹായിച്ച എന്റെ പിതൃക്കളുണ്ട്, എനിക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ആൾക്കാര് ചെയ്ത നല്ല കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നല്ലത് കിട്ടുന്നതെന്നോ, അല്ലെങ്കിൽ സമൂഹം എന്നെ സഹായിക്കുന്നുണ്ടെന്നോ, പ്രകൃതി എന്നെ സഹായിക്കുന്നുണ്ടെന്നോ, ശാസ്ത്രം എനിക്ക് നല്ലത് വരുന്നുണ്ടെന്നെല്ലാം നമുക്ക് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ചാൽ കിട്ടും. ചിലപ്പോഴെങ്കിലും ഈ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എന്താണ് ദേവന്മാരോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നെല്ലാം പറയുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുക, പ്രജാപതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകൾ പറയും. എന്താ, ഒന്ന് ഇഷ്ടങ്ങളാകുന്ന എല്ലാത്തിനെയും ഈ കാമധേനു ആയിക്കൊണ്ട് ഈ യജ്ഞം നിനക്ക് കിട്ടേണ്ടതല്ല നല്ലത്. ഇതൊരു പോയിന്റ്. രണ്ടെന്താണ്, ചില സമയത്ത് ഈ ദേവന്മാരെ പോഷിപ്പിക്കൂ എന്ന് പറയും ഭഗവാൻ. എന്നിട്ട് ഈ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും. എന്നിട്ടോ അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമശ്രേയസ്സിന് നിൽക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യം. ഇത് നമ്മൾ പലയിടത്തും ഉപയോഗിക്കാറ്. എന്താണ്? പരസ്പരം ഭാവയന്തഃ പരം ശ്രേയ അവാപ്സ്യം. അതായത് പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ശ്രേയസ്സിന്. ഇത് വളരെ പ്രധാനം. എന്താ, നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. ഒരു വളരെ ഗംഭീരമായിട്ടുള്ള കൊട്ടേഷൻ ഉണ്ട്. ഇത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. പറയാ, നിങ്ങൾക്ക് വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി. എന്നാൽ കൂടുതൽ ദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകണമെന്നാണ്. വേഗത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ വേറെ ആരെയും നോക്കാതെ ഓടാൻ പറ്റും. എത്ര നേരം ഓടും? ഇതിനെ കുറിച്ച് കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകണം. നമ്മൾ എങ്ങനെ ജീവിക്കണം? പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യം. കൊടുത്തും കൊണ്ടും നമ്മൾ ജീവിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ജീവിക്കണം. എപ്പോഴും ഇത് പറ്റുള്ളൂ എന്നറിയോ? നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത ഇല്ലാതാവുമ്പോഴാണ്. സ്വാർത്ഥത കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് മറ്റേ മമ്മട്ടിയില്ലേ, തൂമ്പ, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് ഇല്ലാതാ ആ ലൈനില്. പക്ഷെ നമ്മൾ കൊടുത്തും കൊണ്ടും ജീവിക്കണം. കാര്യം നമുക്ക് ശ്രേയസ്സിനെ എങ്ങനെ കിട്ടുള്ളൂ? ഈ ഒരു യജ്ഞഭാവനയിൽ നിൽക്കുമ്പോഴുള്ളൂ. കാര്യം നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ സ്വാർത്ഥത കുറയുന്ന സമയത്ത്, മലം നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്തെ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കണ്ടൊരു ഉദാഹരണം ഉണ്ടല്ലോ, മനസ്സിൽ അഴുക്കാണ്, അതില് അല്ലെങ്കിൽ ആ വെള്ളത്തില് ചെളിയാണ്, ആ കിടക്കുന്ന മാലയോ അല്ലെങ്കിൽ അതിലുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ ചെളി ഇല്ലാതായാൽ മാത്രമേ അടിത്തട്ടിൽ കിടക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റുള്ളൂ. അതേപോലെ മനസ്സിന്റെ സ്വാർത്ഥത ഇല്ലാതായാൽ മാത്രമേ നമുക്ക് ഉയരാൻ പറ്റും. ഇതിന് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണ്? ബെസ്റ്റ് കാര്യം നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടുക. നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ പറയാറുണ്ടോ, ഇവിടെ വേറെ ആൾക്കാർ പോയി കളിക്കരുത് കേട്ടോ, അവരൊന്നും നിനക്ക് ഞാൻ വീഡിയോ ഗെയിം മേടിച്ചു തരാം, അതല്ലെങ്കിലോ നീ ബുക്ക് വായിച്ചു വീട്ടിലിരുന്ന് അവരുമായിട്ട് പിള്ളേരുമായിട്ട് പോയി കളിക്കണ്ട എന്ന് ചില അമ്മമാരൊക്കെ പറയും. നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്, ദ്രോഹമാണ് ഇത്. ഇന്നലെ നമ്മളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിക്ക് ഞങ്ങളിങ്ങനെ കുറച്ച് അധ്യാപകരെ എനിക്ക് കാണാൻ പറ്റി. അവരെല്ലാവരും ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു വിഷയം കടന്നു. പക്ഷെ ഇതാണ്, CBSE സ്കൂളും സർക്കാർ സ്കൂളും. CBSE സ്കൂള്, സ്റ്റേറ്റ് സിലബസ് സ്കൂള്, സർക്കാർ സ്കൂൾ, 3 തരം സ്കൂളുകളുണ്ട്. അപ്പോൾ അതിന്റെ 3 തരം വെച്ച് സ്റ്റേറ്റ് സിലബസ് തന്നെ എയ്ഡഡ് സ്കൂളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ അതില് CBSE സ്കൂളിലെ തന്നെ ടീച്ചേഴ്സ്, ഈവൻ ചിന്മയ വിദ്യാലയ CBSE സ്കൂൾസ് ആണ്, അവിടുത്തെ തന്നെ ടീച്ചേഴ്സ് പറയുന്നുണ്ട്, സ്വാമി ഈ കോവിഡിന് ശേഷം പിള്ളേർ അവനവനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അത് ഈ പിള്ളേര് പിന്നെ ഈ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വീണ്ടും ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അവൻ ഏത് സമയം മൊബൈലിലായിരിക്കും. അതായത് അവനിലേക്ക് അത് ചുരുങ്ങി. അതുകൊണ്ട് തന്നെ വേറൊരാളുടെ ഫീലിങ്സേ മനസ്സിലാക്കാൻ പറ്റില്ല.
ഇന്നലെ ഞാൻ ഒരു പരിപാടി ഉണ്ട്, ഇന്നലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ടീച്ചേഴ്സിനൊക്കെ വന്നപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ കയറി വന്ന വിഷയം സർക്കാർ സ്കൂളിൽ ഇത് പിന്നെയും ഭേദമാണ്. അതല്ല അവിടെ പിള്ളേർ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഈ മറ്റേ സുഖസൗകര്യത്തിന്റെ സുഖലോലുപതയുടെ ഇടയ്ക്കൊന്നും ആയിരിക്കത്തില്ല കിടക്കുക. പക്ഷെ ഈ പിള്ളേർ ഈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി അതേ സമയത്ത് ഉള്ള ഒരു കാര്യം ഷെയർ ചെയ്തൊക്കെ ജീവിക്കുന്നത് കാരണം അവന് അത്ര പ്രശ്നമില്ല എന്നൊരു അഭിപ്രായമാണ്. നിങ്ങൾക്കും അത് ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് അറിയാതെ നമ്മുടെ സ്വാർത്ഥത കൂടും. ഇത് പ്രശ്നമാണ്. ഇവനാണ് ഈ കുഞ്ഞാണ് വളർന്നു വലുതായി സമൂഹത്തിന്റെ ഭാവിയായിട്ട് മാറേണ്ടത്. നമ്മൾ ഇപ്പോഴേ അവനെ പുറത്തോട്ട് വിടാതെ വേറെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ആണ് ഇടപെടിക്കുന്നത് എങ്കിൽ നമ്മൾ അവനോട് ചെയ്യുന്ന ദ്രോഹമാണ്, നമ്മളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്, സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. കുട്ടികളുടെ ഉള്ളിൽ ഈ യജ്ഞഭാവന എന്ത് ചെയ്യൂ ഉണ്ടാക്കൂ. എങ്ങനെ ഉണ്ടാക്കുക? സിമ്പിൾ സാധനം. ഇത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല എന്നുള്ള ബോധ്യം കൊടുക്കണം. മോനെ ഈ ചോക്ലേറ്റ് മോന് വേണ്ടിയിട്ടുള്ള കേട്ടോ, വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് ചില ബന്ധുക്കൾ വന്നിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാതെ കേട്ടോ ചിലർ ചെയ്യും. അവരവരുടെ സ്നേഹം പഠിപ്പിക്കുന്ന ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് തിരുത്തണം. ഇത് മോന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ഇത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. ഇത് ഞാൻ വളരെ വളരെ ചെറുതായിട്ട് ചിലപ്പോൾ ബാലിശെന്ന് തോന്നുന്നൊരു കാര്യമായിരിക്കും. അല്ല, ഇത് ഇവന്റെ ഉള്ളില്, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളില് എന്താണ് ഈ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്റ്റേറ്റ്. ഇനി വേറൊരു തലത്തിലേക്ക് പോകാം. ഈ കർമ്മയോഗം ഒരു രീതിയിൽ പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികളാണ് ചെയ്യുക. ഗൃഹസ്ഥന്മാരാണ് കർമ്മയോഗം ചെയ്യുക. അവരാണ് ഈ പഞ്ചമഹായജ്ഞൊക്കെ ചെയ്യുക. അവരോടുള്ളൊരു ഉപദേശം കൂടെയാണ് എന്ത്? പരസ്പരം ഭാവയന്തഃ ശ്രേയം പരമോപ്സിതം. ഇവിടെ ശ്ലോകം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ദേവന്മാരുമായിട്ട് നമ്മൾ ഇത് ചെയ്യണമെന്നാണെങ്കിൽ അതെല്ലാം ഗൃഹസ്ഥാശ്രമികൾ. നമ്മൾ സാധാരണ നമ്മളുടെ ഫാമിലി ഹാർമണി ക്ലാസ്സുകളൊക്കെ എടുക്കാനൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ട് ക്ലാസ്സൊക്കെ. അല്ല ഇതില് പിന്നെ എന്താ വീട്ടിൽ ഇടിയ സാധ്യത ഒരു ഹാർമണി ഒക്കെ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. നമ്മള് ഫാമിലി ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് ആ ഹാർമണിയെ പറ്റി ക്ലാസ് എടുക്കുക എങ്കിലൊക്കെ ചില സമയത്തൊക്കെ വർക്കൗട്ട് ആകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ആണ് എന്താണ്? പരസ്പരം ഭാവയന്തഃ ശ്രേയപരമോപ്സിതം. എന്നൊരു ചോദ്യം, സ്ഥിരമുള്ള ഒരു ചോദ്യം. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണോ അതോ കോംപ്രമൈസ് ആണോ ബന്ധങ്ങളിൽ വേണ്ടത്? വളരെ എല്ലാവരും പറയും അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് കാണത്തില്ല. എന്നിട്ട് ഏറ്റവും അവസാനം പിന്നൊന്നും പറയണ്ട. ഇതാണ് അവസ്ഥ. ആലോചിച്ചു. ഇവിടെ എന്താ ചെയ്യേണ്ടത്? പരസ്പരം ഭാവയന്തഃ ശ്രേയപരമോപ്സിതം. അതായത് പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ശ്രേയസിനെ നേടുന്നു. സത്യത്തില് ഇതിനു വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം. ചിലപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു പാത നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ സമൂഹത്തിനെ കൂടെ എന്റെ കൂട്ടത്തിൽ ചേർക്കുക. അതിന് സഹായകമാകാൻ, കാറ്റലിസ്റ്റ് ആകാൻ ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടും, കൂട്ടത്തിൽ വിടും. ആലോചിച്ച് നോക്കൂ. കാര്യം ഞാനിപ്പോ സ്വാർത്ഥതയുടെ കുഞ്ഞാ. ഞാന് എന്റെ റൂം, എന്റെ അലമാര, എന്റെ മേശ, എന്റെ ബാത്റൂം, എന്റെ സോപ്പ്, എന്റെ ചീപ്പ് എന്ന് പറയുന്ന സമയത്താണ് ഒന്നിനെ കൂടെ കെട്ടിപ്പിച്ചിടുന്നത്. മനസ്സിലായത്? അപ്പൊ എന്റെ റൂം ഒരാൾക്കും കൂടെ കൊടുക്കണേ. മനസ്സിലായത്? എന്റെ സമയം വേറൊരാളുടെയും കൂടെ സമയവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങണേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം കുറെ നാളായിട്ട് നമ്മളൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നത് കാരണം ചിലപ്പോൾ ഒരു ഹോളിൽ പോയി ഒരു 10 പേരുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാൻ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാവും. ചില ആൾക്കാർ കാര്യം വർഷങ്ങളായിട്ട് ശീലിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് താമസം. അപ്പോഴാണ് ഒരാളെ കൊണ്ടുവരുന്ന മാത്രമല്ല, അയാളുടെ ടൈമിങ്, അയാളുടെ മൂഡ്സ്, ഇതെല്ലാം നമ്മളെ ബാധിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങണം. അല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ, അണ്ടർസ്റ്റാൻഡിങ് അല്ലേ സ്വാമി വേണ്ടത്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങണം. ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു തലമുറ വരും, മക്കള് വരികയും അത് അതിന്റെ അപ്പുറത്തെ പ്രശ്നമാണ്. പ്രശ്നമല്ല കേട്ടോ, ഞാനത് പ്രശ്നം എന്ന് വെറുതെ പറഞ്ഞ. പക്ഷെ ആ 2 പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ നമ്മുടെ ഇന്നത്തോട് കയറ്റും. ആലോചിച്ചു.
പതുക്കെ പതുക്കെ ഞാൻ എന്നുള്ളതിൽ നിന്ന് ഇങ്ങനെ വികസിച്ച് നമ്മൾ എന്നുള്ളതാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആയി വരികയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഗൃഹസ്ഥാശ്രമിയെ കൊണ്ട് സത്യത്തില് ചെയ്യിക്കുന്ന ഇതാണ്. നമ്മളത് പരസ്പരം ഭാവന്ത ശ്രേയപരമാംശ ആ രീതിയിൽ ഗൃഹസ്ഥാശ്രമം നടക്കണം. എന്നിട്ടോ ഇനി സപ്പോസ് ഇങ്ങനല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പരസ്പരം കൊടുത്തും കൊണ്ടും അല്ല ജീവിക്കുന്നെങ്കിൽ എന്ത് പറ്റും? ഭഗവാൻ പറയും, യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്ന ദേവന്മാരുടെ ഇതാണല്ലോ ഇവിടെ പറയാം. ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോഗ്യങ്ങളെ തരിക തന്നെ ചെയ്യും. കാര്യം അവർ ഉറപ്പായിട്ട് അവർ തരും. അവരങ്ങനെ ഓക്കെ, അവരാ നൽകപ്പെട്ട ഭോഗ്യങ്ങളെ അവർക്ക് കൊടുക്കാതെ ഏവൻ അനുഭവിക്കുന്നു അവൻ കള്ളൻ തന്നെയാണ് എന്നാണ്. വളരെ രസകരമായിട്ടുള്ള ശ്ലോകമാണ്. എന്താ പറയാ? ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ തസ്യന്തേ യജ്ഞഭാവിതാഃ ധൈര്യദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേനേവ. അതായത് ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് നല്ലതിനെ സ്വീകരിച്ചു, പക്ഷെ ഞാനായിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഭഗവാന്റെ വാക്കില് നമ്മൾ ആരാണ്? കള്ളനാണ് എന്നാണ്. അല്ല, സ്തേനേവ സഹാണ്. അത് ചോദിക്കും. ഇപ്പൊ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ സമൂഹത്തിലേക്ക് എന്തു കൊടുത്തിട്ടുണ്ട്? നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്ത് ഞാൻ സമൂഹത്തിൽ നിന്നൊന്നും സ്വീകരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ടുണ്ടോ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യം ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്? ഞാൻ പൈസ കൊടുത്തിട്ടില്ലേ? അതെ. അങ്ങനെ ഒരു കട അവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസക്ക് നിങ്ങൾ മേടിക്കുന്ന സാധനം കിട്ടുമായിരുന്നോ? ഇല്ല. പൈസ കൊണ്ട് ഇങ്ങനെ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം കിട്ടും? ഇല്ല. അപ്പൊ സമൂഹം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അതായത് എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട്, ഞാൻ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം സമൂഹത്തിലേക്ക് എന്തു കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഓരോരുത്തരും ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്തു കൊടുത്തിട്ടുണ്ട്? രക്തം കൊടുത്തു സ്വാമി, അതൊക്കെ കൊള്ളാം. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ? എന്റെ ഭാഗത്ത് നിന്ന് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പൈസ ഇല്ല. ചില ആൾക്കാർക്ക് ഒരു ധാരണ കുറെ പൈസ കൊടുത്തല്ല എന്ന്. അല്ല, ഞാൻ സ്ഥിരമായി സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രധാനമാണ്. നമ്മൾ സാമൂഹിക ജീവിയാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുക മാത്രമല്ല, കൊടുക്കുകയും കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളൊരു ഹിന്ദു ആകണം എന്നുണ്ടെങ്കിൽ, സത്യത്തിൽ ഹിന്ദു ആകണം എന്നുണ്ടെങ്കിൽ ചന്ദന തുല്യനെ മാത്രമല്ല, പിന്നെന്താണ്, നമ്മൾ ആ ഷെയറിങ് മനോഭാവം ഉണ്ടാകണം. അതിനെ ഒന്നുകൂടെ പോളിഷ് ചെയ്താൽ നമ്മളെ ഒരു ഹിന്ദു എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അറിയാൻ വിളിക്കുക? നമ്മൾ നമ്മുടെ റൈറ്റ്സിന് ഉപരിയായിട്ട് നമ്മുടെ ഡ്യൂട്ടീസിനെ വെക്കുമ്പോഴാണ്. എന്താണ് പറഞ്ഞേ? ഞാൻ എൻ്റെ അവകാശങ്ങളുടെ മേൽ എൻ്റെ കർത്തവ്യങ്ങളെ സ്ഥാപിക്കുന്ന സമയത്ത് ഞാനൊരു ഭാരതീയനാകും, ഞാനൊരു ഹൈന്ദവനാകും. എനിക്കെന്താ ഉള്ളൂ? എനിക്ക് കർത്തവ്യങ്ങളേ ഉള്ളൂ, ഡ്യൂട്ടീസേ ഉള്ളൂ. എനിക്ക് അവകാശങ്ങളില്ല. അങ്ങനെ അല്ലല്ലോ സ്വാമി ഞങ്ങൾ കേട്ടേക്കുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കും. ഇതാണ് നമ്മൾ കേട്ടേക്കുന്നത്. ഇല്ലേ? വീണ്ടും 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 നമ്മളെ റൈറ്റ് കോൺഷ്യസ് ആക്കിയിട്ട്. അതെ, പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഭാരതത്തിന്റെ കൾച്ചർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൈറ്റ്സ് ടേക്ക് കെയർ ചെയ്യപ്പെടും. ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? പൂജ്യസ്വാമി തേജോമാനജിയുടെ ടിപ്സ് ഫോർ ഹാപ്പി ലിവിംഗ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കൃതിയുണ്ട്, നല്ല രസമാണ്. ആ കൃതിയിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഫോർ സ്പിരിച്വൽ ലിവിംഗ് യു ഹാവ് ഓൺലി ഡ്യൂട്ടീസ്, there are no rights.
നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ഡ്യൂട്ടികൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അവകാശമില്ല. അയ്യോ, ഇത് കേരളത്തിൽ പറയാൻ പാടില്ല. ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൈറ്റ്സുകള്, എൻ്റെ എൻ്റെ അവകാശങ്ങളത് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് വെച്ചു. എന്നിട്ടോ ഞാൻ എൻ്റെ അവകാശത്തിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നതെന്ന് വെച്ചു. നമ്മൾ അവകാശത്തിന് വേണ്ടി നിൽക്കുന്ന ആളല്ല, പിന്നെ ആരാണ്? നമ്മൾ കള്ളനാണ് എന്നാണ്. അതാണ് ഞാൻ എൻ്റെ പണി എടുക്കുന്നില്ല, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നില്ല, പിന്നെയോ ഞാൻ എനിക്ക് കിട്ടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നാണം വിചാരിക്കണ്ട, അല്ലെങ്കിൽ ഒരു തെറ്റ് വിചാരിക്കണ്ട, നമ്മൾ കള്ളന്മാരാണ്. തിരുമേനി സ്വാമിയുടെ ഒരു പോർഷൻ ഉണ്ട്, എന്താണ് ഭഗവത്ഗീത കമന്ററി. സ്വാമി പറയുന്നു, പ്രയത്നിക്കാതെ ഭക്ഷിക്കുന്നവൻ സമൂഹത്തിനൊരു ബാധ്യതയാണെന്ന ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സുവിധമായ ആശയം വൈദിക ഭാഷയിൽ പ്രതിപാദിച്ചതാണ് ഈ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം. എക്കണോമിക്സിൽ പറയുന്നത് എന്താണ്? പ്രയത്നിക്കാതെ ഭക്ഷിക്കുന്നവൻ സമൂഹത്തിനൊരു ബാധ്യത. നമ്മളാണോ എന്ന് ആലോചിക്കണം. നമ്മളൊരു സമൂഹത്തിനൊരു ബാധ്യതയാണോ നമ്മൾ ആലോചിക്കണം. ചില സമയം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാണല്ലോ നമുക്ക് ഫീലിങ്സ് അടിച്ചു പോകുന്നു. കാര്യം നമുക്കൊന്ന് പറയാൻ, എണ്ണി പറയാൻ നമ്മൾ സമൂഹത്തിലേക്ക് എന്തെങ്കിലും കൊടുത്തതായിട്ട് നമ്മളെ ചിലപ്പോൾ കാണില്ല. ഇത്ര വർഷം ജീവിച്ചിട്ട് നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ, ജെന്യുവിൻ ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ ആണ്. അതുകൊണ്ടാണ് സേവനം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായത്. നമ്മൾ ദാനം ചെയ്യണം. ഇതൊക്കെ ഇതിന്റെ നമ്മുടെ ഇവിടെ ഒരു ഇൻജങ്ഷനായിട്ട് വന്നിരിക്കുന്ന കാര്യമില്ല. എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാക്കൽ മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്വം കൂടെയാണ്. ഞാൻ ആരാണ്? ഇല്ലെങ്കിൽ കള്ളനായിട്ട് മാറുന്ന. മനസ്സിലായില്ലേ? ഞാൻ കള്ളനാണ്. നമുക്ക് നമ്മൾ ആരെങ്കിലും കള്ളാന്ന് വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഫീലിംഗും ഇല്ല സാധനം. അങ്ങനെയല്ല, പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങനെയല്ല. ആരെങ്കിലും ഒരാളെ കള്ളന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഫീൽ ചെയ്യുമല്ലേ. നമ്മളിപ്പോ കള്ളന്മാരാണോ? ഒരു സംശയം വേണ്ട, ആണെന്ന്. കാര്യം ഞാൻ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. എന്നിട്ടോ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയും, അത് വളരെ രസകരമായിട്ടുള്ള ശ്ലോകമാണ്. യജ്ഞശിഷ്ടാസിന സന്തഹോ മുച്യന്തേ സർവകിൽവിഷൈഹി ഭുഞ്ജതേ ത്വഹം പാപാ യേ പചന്ത്യാത്മകാഃ. പറയാണ്, യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. എന്താണ് കാണുന്നത്? ഏവർ തങ്ങൾക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്നു, ആ പാപികളാകട്ടെ പാപം തന്നെ തിന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോ? രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന്, യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ ക്ലാസ്സിൽ കണ്ട നമ്മൾ പാപത്തിനെ ഡിഫൈൻ ചെയ്തായിരുന്നു. എന്തായിരുന്നു പാപം? പാപം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സ്വാർത്ഥതയാണ് എന്നാണ്. കാര്യം എന്താ? പാപം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് ഉയരാൻ നമ്മളെ സമ്മതിക്കാത്തതാണ് പാപം. ഇത് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് കർമ്മം ചെയ്യാത്തതാണ് പാപം എന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് ഉയരാൻ ശ്രമിക്കാത്തത്? എൻ്റെ ഉള്ളിലെ സ്വാർത്ഥതയാണ് എന്ന് നമ്മൾ കണ്ടു. ഏതോ 2-3 ക്ലാസ്സിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവപാപങ്ങളിൽ നിന്നും പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ, യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഹവനമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഹോമിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇപ്പുറത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു തുള്ളി ഇങ്ങനെ എടുത്ത് മാറ്റും. ഓരോ പ്രാവശ്യം ഹോമിക്കുമ്പോൾ ഇപ്പുറത്തോട്ട് പുറത്തോട്ട് വരാം. അതാണ് ഏറ്റവും അവസാനം നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തരിക. സാധാരണ ടെക്നിക്കലി യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം വെച്ചാൽ, ആ പഞ്ചമഹായജ്ഞങ്ങൾ കണ്ടില്ലേ? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, പിന്നെന്താണ് മനുഷ്യയജ്ഞം, ബ്രഹ്മയജ്ഞം. ഈ 5 യജ്ഞങ്ങള് ചെയ്തിട്ട് അതിന്റെ ബാക്കി എന്താണോ ആ സമയം കൊണ്ട് അവനവന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആള്, അതാണ് യജ്ഞശിഷ്ടം. ഓക്കെ. അവനവന് വേണ്ടി ജീവിക്കുന്ന ആള് എന്താണ്? അയാള് എല്ലാ പാപങ്ങളിൽ നിന്നും വെളിയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ സ്വാർത്ഥത കാണുകയില്ല.
കാര്യം ഈ 5 കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അയാള് സമൂഹത്തിന്റെ ഭാഗമായി മാറും. അയാള് പോലും അറിയാതെ. ഏതൊരു സിനിമയിൽ പറയത്തില്ലേ, അബു നമ്മൾ എന്നാ ഷാജിയേട്ടാ, നമ്മൾ പോലും അറിയാതെ നമ്മളെ അതോ ലോകത്തിലെടുത്തു എന്ന് പറയുന്നത് പോലെ ആചാര്യന്മാര് നമുക്കായിട്ട് നിർദ്ദേശിച്ച ഈ 5 യജ്ഞങ്ങൾ ചെയ്യുമ്പോ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാകും. നമ്മൾ സമൂഹത്തിലെ പോസിറ്റീവ് കോൺട്രിബ്യൂട്ടർ ആകും. നമ്മൾ ഈ സമൂഹത്തിലോട്ട് ചേർന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഈ 5 യജ്ഞങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പം ഈ യജ്ഞം ചെയ്തിട്ട് അതിന്റെ ശിഷ്ടം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ യജ്ഞശിഷ്ടം ഭുജിക്കുന്ന ആളുകൾ, അവര് സർവ്വപാപങ്ങളിൽ നിന്നും മാറും. സർവ്വപാപങ്ങളിൽ നിന്നും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ് എല്ലാ തരത്തിലുള്ള സ്വാർത്ഥതയിൽ നിന്നും അവർ വെളിയിൽ വരും. അവർക്ക് സ്വാർത്ഥത എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, എന്റെ വീടിന്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം നല്ല അവർ നിൽക്കുക, അവർ സമൂഹത്തിന് വേണ്ടി യജ്ഞശിഷ്ടാസന ഉച്ചന്റെ സർവകീർഷം. എന്നിട്ടോ അല്ലാത്തവരെന്ത് വെച്ചാൽ ആരാണോ തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ ചില മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്, നീ ഇതിനൊക്കെ വേണ്ടി ജീവിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പറയും. ഓൾറെഡി ഉള്ള സ്വാർത്ഥതയെ അങ്ങ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നെയ്യോ പെട്രോളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത്. ഒരു സംശയം ഇവിടെ പറയാണ്, ആരാണോ തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്നത് ആ പാപികളാകട്ടെ. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഹൈന്ദവര് നമ്മള് പാപികളെ എന്ന് വിളിക്കാറില്ല, നമ്മൾ അമൃതസ്വരൂപ, അമൃതസ്യപുത്ര എന്നെല്ലാം വിളിക്കുക, അമൃതത്വത്തിന്റെ സന്തതികളെ എന്നാണ് വിളിക്കുക, പാപി എന്നൊന്നും വിളിക്കത്തില്ലാണ്. ഭഗവാനും പാപിന്ന് വിളിച്ചിട്ടുണ്ട്. എവിടാന്നറിയാം, ആരാണോ എടുക്കുന്നതിലധികം കൊടുക്കാതെ, അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉത്പാദിപ്പിക്കാതെ, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്, ഞാൻ എന്റെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ പാപികൾ അറിയിക്കുക. ആ പാപികള് അവരെന്താ ചെയ്യാ, അവര് പാപം തന്നെ തിന്നുന്നു. അവര് തിന്നുന്നത് എന്താണ്? പാപം തന്നെയാണ്. പാപം തന്നെയെന്ന് വെച്ചാൽ അവര് വീണ്ടും സ്വാർത്ഥത തന്നെയാണ് ഭുജിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് സ്വാർത്ഥതയിലേക്ക് എടുത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാർത്ഥത തന്നെയായിരിക്കും ഭുജിക്കുക. സ്വാർത്ഥതയിലേക്ക് എടുത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാർത്ഥത തന്നെയായിരിക്കും ഭുജിക്കുക. ഒരിക്കൽ കൂടെ ഞാനൊന്ന് സന്ദേശം. സംഭവം എന്താണ്? നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിന്റെ ലക്ഷ്യമാകുന്ന മോക്ഷത്തിലേക്കാണ് നടക്കുന്നത്. ഈ മോക്ഷത്തിന് ആദ്യം വേണ്ട കാര്യം മനസ്സിന് ശുദ്ധിയാണ്. ഈ ശുദ്ധിക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം കർമ്മയോഗ. ഈ കർമ്മയോഗം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്താണ്? മനസ്സിലെ സ്വാർത്ഥത ഇല്ലാതെയായിട്ട് നമ്മുടെ മനസ്സിൽ ചിത്തശുദ്ധി ഉണ്ടാകും. കർമ്മയോഗത്തിന് എന്ത് ചെയ്യണം? ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണം. അല്ലെങ്കിൽ ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഡു ദി ബെസ്റ്റ്, പ്രസാദ ബുദ്ധി എന്ന് പറഞ്ഞാൽ ലീവ് ദി റെസ്റ്റ്. പിന്നെയോ കർമ്മയോഗം ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമാണെന്ന് മനസ്സിലാക്കി എന്താണോ നമ്മുടെ കർമ്മം അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. അതിന്റെ ഫലം എന്ത് തന്നെയാണെങ്കിലും സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. ഇതാണ് പോയിന്റ്. ഇത് ഞാൻ തന്നെ ചെയ്താൽ മാത്രം പോരാ, പിന്നെയോ ഇത് സമൂഹത്തിലേക്ക് ഇടപെട്ട് ചെയ്യാം. അപ്പൊ എന്താ? കർമ്മയോഗത്തിന് യജ്ഞഭാവനയിൽ ചെയ്യണം, എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ചെയ്യണം. ഈ യജ്ഞഭാവനയോടുകൂടി ചെയ്യുന്നതിന്റെ ഫലം എന്താണ്? ഞാൻ യജ്ഞഭാവനയോടുകൂടിയാണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി കിട്ടും, ഫലം കിട്ടും. ഞാൻ സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ഞാൻ ആരാണ്? ഞാൻ കള്ളനാണ്. അല്ല ചോദിക്കും, ഞാൻ സാധാരണ കുട്ടികൾക്കെല്ലാം ചോദിക്കുമ്പോൾ ഇവര് ഇന്നത് എങ്ങനെ അങ്ങനെ അല്ല എന്നെല്ലാം പറയുന്ന സമയത്ത്, ഇതെങ്ങനെ ശരിയാണെന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന സ്ഥിരം ഒരു കാര്യമുണ്ട്.
നമ്മളൊക്കെ മഴ ആസ്വദിക്കാറുണ്ടോ? മഴ ഈ മഴ എന്ന് പറയുന്നത് ആ മഴ ആസ്വദിക്കാറുണ്ടോ? ഉണ്ട്. മഴ നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ മഴയ്ക്ക് വേണ്ടിയിട്ട്, ഈ മഴ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഒരു മഴ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് സുധീർ ചെയ്തിട്ട് ചെയ്തിട്ടാണോ മഴ പെയ്യുന്നത്? പക്ഷെ എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷനും ഈ മഴ ഉണ്ടാകാനുള്ള കാരണമാണ്. നമ്മൾ കുട്ടികളോട് പറയും, മക്കളെ നീയൊക്കെ വേസ്റ്റ് എവിടെയെങ്കിലും ഇടുന്നതോ അതല്ലെങ്കിൽ ഇവരൊന്ന് ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുന്നതോ ഫാൻ ഓഫ് ചെയ്യുന്നതോ പോലും ഈ പ്രകൃതിയെ ഇടപെടുന്നു, പ്രകൃതിയുമായിട്ട് ചേർത്തിരുന്നു. ഈ പ്രകൃതിയുമായിട്ട് നിന്റെ ഈ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഇല്ലേ, അത് മഴയുമായിട്ട് മഴ ഉണ്ടാകാനോ ഇല്ലാതാകാനുള്ള കാരണമാകുന്നു. അതല്ലെങ്കിലോ നമ്മളൊക്കെ എത്ര മരങ്ങളാണ് മുറിക്കുന്നത്. ഇത് പറയുന്നത് മരം മുറി എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം വരുമ്പോഴത്തേക്കും ചക്കരെ കൊണ്ടിട്ടുള്ളത് കണക്റ്റാണ്. മനസ്സിലായി? അപ്പം നിങ്ങള് പിന്നെ ഈ സാധാരണ ഇവര് പരിസ്ഥിതി ദിനത്തിനെന്ന് കൊണ്ടുവന്നിട്ട് മറ്റേ ചെടി വെക്കുന്ന ഒരു കർമ്മം ഉണ്ടല്ലോ എല്ലാ വർഷവും. അതൊക്കെ ഒരേ കുഴി തന്നെ, കഴിഞ്ഞ പ്രാവശ്യം വെച്ച് അതേ കുഴി തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം കൊണ്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മള് മനഃപൂർവ്വമായിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു കുഴിയൊക്കെ അല്ലെങ്കിൽ കുഴിയല്ല ഈ മരമൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാന്റിനെ നമ്മൾ വളർത്താറുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ സമയത്ത് ഇവർ കത്തും. ശരിയാണ്, ഞാനായിട്ട് ചില സമയത്ത് ഇതിനെയൊക്കെ കളഞ്ഞിട്ടുള്ളതല്ല. മരം വെട്ടാൻ കൂട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ കുറെ ചെടി കുറച്ച് കളയാനല്ലാതെ ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ചെയ്തില്ല എങ്കിൽ ഞാൻ ആരാണ്? കള്ളൻ. ഇങ്ങനെയുള്ള കള്ളന്മാർ, യജ്ഞശിഷ്ടം അനുഭവിക്കാതെ ജീവിക്കുന്ന കള്ളന്മാർ, അവര് പാപത്തിനെ തന്നെ തിന്നുന്നു. ആ പാപികള് അപ്രകാരം കഷ്ടം. ഇതുവരെ ഒരു പോയിന്റ്, ഇതുവരെ ഒരു ഭാഗം. ഇനി ഭഗവാൻ ഈ യജ്ഞം ചെയ്യേണ്ടതിന്റെ പ്രത്യേകത എന്താണെന്ന് വിശദീകരിക്കും. അതിന് വളരെ ആവശ്യമാണ് അർജുന നീ യുദ്ധം ചെയ്യേണ്ടത്. യജ്ഞഭാഗമേ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഇവിടുന്ന് ചിലപ്പോൾ ക്ലാസ് എടുക്കേണ്ടത്. യജ്ഞഭാഗമേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത്, യജ്ഞഭാഗമേ ചെയ്യേണ്ടതിന്റെ അതെന്താണെന്ന് ഭഗവാൻ വേറെ 2 ശ്ലോകം, അടുത്ത വരുന്ന 2 ശ്ലോകങ്ങളിലായിട്ട് കാണും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.